അങ്ങനെ മറ്റേ നിങ്ങളെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഏത് ചിഹ്നത്തിലാണ് സഹോദര മത്സരിച്ച്? എന്താ തുടക്കം എന്താ സാർ? നിങ്ങളെ LDF കഥ പറയണ്ട. അവരെന്ത് ചിഹ്നത്തിലാണ് നിങ്ങൾ മത്സരിക്കുക? അങ്ങനെയല്ല പറയട്ടെ. അങ്ങനെയല്ല അതിൽ രണ്ടുപേര് തയ്യാറല്ലാതെ പറഞ്ഞു. മൂന്നാമതാണ് മത്സരിച്ചു. അദ്ദേഹം മത്സരിക്കുന്ന തലേദിവസം വരെ അതിപ്പോ എന്താണെന്നറിയോ കാരണം? മത്സരിക്കാൻ ആളില്ലാതായ അല്ലല്ല അങ്ങനെയല്ല. അദ്ദേഹം മത്സരിക്കരുത് എന്നല്ല അതിന്റെ അർത്ഥം. അദ്ദേഹത്തിനും അവിടെ തന്നെ മത്സരിക്കണം എന്നുള്ള അമിതമായ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അതാണ് സത്യം. പക്ഷേ ഞങ്ങള് പാർട്ടി തീരുമാനം അച്ചടക്കമുള്ള പ്രവർത്തകർ എന്നുള്ളതിൽ അദ്ദേഹം അനുസരിച്ചു. അതിന് നിങ്ങളത് വലിയ വിഷയമാക്കണ്ട. എന്റെ ചോദ്യം നിങ്ങൾ ചോദിച്ചല്ലോ, നിങ്ങളെ പാർട്ടിയിൽ ഒരാളുണ്ടായോ? എന്താ അയാളുടെ സ്ഥിതി? അല്ല, ഇവിടെ ഒരു ചോദ്യമുണ്ട്. എല്ലാ സ്ഥാനാർത്ഥികളെ അങ്ങനെ തന്നെയാണെന്ന് ഞങ്ങളെ പാർട്ടിയിൽ ആരും സ്ഥാനാർത്ഥി മോഹികളില്ല. അല്ല, ഞങ്ങളെ പാർട്ടിയിൽ സ്ഥാനാർത്ഥി മോഹികളില്ല. നിങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഞങ്ങളെ മുതിർന്ന നേതാക്കളെ എല്ലാം സ്ഥാനാർത്ഥി മോഹികളായിട്ട് അവതരിപ്പിക്കുകയാണ്. എന്നിട്ട് നിങ്ങളുടെ പ്രശ്നം ഉണ്ടാകും. അങ്ങനെയല്ല. അത് ഈ ശ്രീധരൻ സാറിനെ കമ്പയർ ചെയ്യുമ്പോൾ അറിയാലോ, ശ്രീധരൻ സാർക്ക് പൊതുസമൂഹത്തിൽ നിന്ന് നല്ല നിലയിൽ വോട്ട് കിട്ടിയിട്ടുണ്ട്. ആ വോട്ടുകളെ സംബന്ധിച്ച് ആ വോട്ടുകൾ മുഴുവൻ സമാഹരിക്കുന്നതിൽ കൃഷ്ണകുമാറിന് കഴിഞ്ഞില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അത് അംഗീകരിക്കുന്നില്ല. അതിലെന്താ കുഴപ്പം?